ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്നുള്ളൊരു ചോദ്യത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ഈ ചോദ്യം സാധാരണ വരുന്നത് വെരി ഷോർട്ട് ആൻസേഴ്സ് ടൈപ്പ് ക്വസ്റ്റ്യനിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആൻസറിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് നോക്കി. ദ കമ്മിറ്റി ഈസ് ആൻ ഇൻറ്റഗ്രൽ കമ്പോണൻറ്റ് ഓഫ് ദി പേഷ്യൻ്റ് സേഫ്റ്റി പ്രോഗ്രാം ഓഫ് ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി and it is responsible for establishing and maintaining infection prevention and control, its monitoring, surveillance, reporting, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ, ഇതൊരു കമ്മിറ്റിയാണ്. ഈസ് ആൻ ഇൻറ്റഗ്രൽ കമ്പോണൻറ്റ് ഓഫ് ദി പേഷ്യൻ്റ് സേഫ്റ്റി പ്രോഗ്രാം ഓഫ് ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പേഷ്യൻ്റ് സേഫ്റ്റി പ്രോഗ്രാമിൻ്റെ ഒരു ഇൻറ്റഗ്രൽ കമ്പോണൻ്റ് ആണിത്. ഇൻറ്റഗ്രൽ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റഗ്രൽ എന്നുള്ള വാക്കിനർത്ഥം എന്താണ്? ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, ഒരു പേഷ്യൻ്റ് ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് സേഫ്റ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പേഷ്യൻ്റ് സേഫ്റ്റി പ്രോഗ്രാമിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ദ കമ്മിറ്റി, അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. അതാണ് ആദ്യത്തെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ എഴുതേണ്ടത്. ദ കമ്മിറ്റി ഈസ് ആൻ ഇൻറ്റഗ്രൽ കമ്പോണൻറ്റ് ഓഫ് ദി പേഷ്യൻ്റ് സേഫ്റ്റി പ്രോഗ്രാം ഓഫ് ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഇനി ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കി. ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ്. ശ്രദ്ധിക്കുക, എസ്റ്റാബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനം സെറ്റപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്ഥാപിക്കുക എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം അല്ലേ. അപ്പോൾ എന്താണ്, ഇവരത് ഒരു പോളിസി കൊണ്ടുവന്ന് ആ പോളിസി അവർ സ്ഥാപിക്കണം. ഒന്ന് അവർ സെറ്റപ്പ് ചെയ്യണം. രണ്ടാമത് എന്താണ്, സ്ഥാപിച്ചാൽ മാത്രം പോരാ, അത് ത്രൂ ഔട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. അപ്പോൾ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. അപ്പോൾ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ അതിൻ്റെ പോളിസീസും കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി. ഇനി എന്താണ്? ഇറ്റ്സ് മോണിറ്ററിങ്. അതിൻ്റെ കൂടെ തന്നെ അവർ മോണിറ്റർ ചെയ്യുക. സർവൈലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിരീക്ഷിക്കുക. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു കുഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു മാസം ഒരു 50% ആൾക്കാരെ കൊണ്ട് ഹാൻഡ് വാഷ് ചെയ്യിക്കണം എന്നൊരു സംഭവം ഒരു ഭാഗം ഒരു എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരൊന്ന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെറ്റപ്പ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അവരതിന് വേണ്ടിയിട്ട് പുറകെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അത് മോണിറ്റർ ചെയ്യണം. എല്ലാവരും കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുക. സർവൈലൻസ് നടത്തുക, റിപ്പോർട്ട് ചെയ്യുക. അതായത് അവർ ഈ സർവൈലൻസ് ഒക്കെ നടത്തിയതിൻ്റെ റിപ്പോർട്ട് എന്ത് ചെയ്യുക. ഇത്ര % ആൾക്കാരാണ് ഈ മാസം 50% നമ്മുടെ ടാർഗറ്റ്, അതിനകത്ത് 30% അല്ലെങ്കിൽ 40% ചെയ്തു എന്നുള്ളത് ആ കാര്യം നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ റിസർച്ചും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും കണ്ടക്ട് ചെയ്യണം. ഇതൊക്കെയാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സിമ്പിളായിട്ട് ഓർത്ത് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ദി കമ്മിറ്റി ഈസ് ആൻ ഇൻറ്റഗ്രൽ കമ്പോണൻറ്റ് ഓഫ് ദി പേഷ്യൻ്റ് സേഫ്റ്റി പ്രോഗ്രാം ഓഫ് ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പേഷ്യൻ്റ് സേഫ്റ്റി പ്രോഗ്രാമിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കമ്പോണൻ്റ് ആണ് ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോളിസീസും കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതുപോലെ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ മോണിറ്ററിങ്, സർവൈലൻസ്, റിപ്പോർട്ടിംഗ്, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. ഇതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. സ്ട്രക്ചറിനകത്ത് ഇത്രയും ആൾക്കാരാണ് കേട്ടോ വരുന്നത്. നമുക്ക് ഓരോരുത്തർ വെച്ചിട്ട് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഏതാണോ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടർ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഹെഡ് ആരാണോ ആ മെയിൻ ആളായിരിക്കും ആരായിട്ട് വരുന്നത്? ചെയർപേഴ്സണായിട്ട് വരാൻ പോകുന്നത്. രണ്ടാമത്തത് മെമ്പർ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഇത് ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻഫെക്ഷൻ കൺട്രോളുകാർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യൻസിൻ്റെയും കൾച്ചർ റിപ്പോർട്ട്സും കാര്യങ്ങളും എല്ലാം ആരുടെ അടുത്തുണ്ടായിരിക്കും? ആ ഒരു മൈക്രോബയോളജിസ്റ്റിൻ്റെ അടുത്തുണ്ടായിരിക്കും. അപ്പോൾ മൈക്രോബയോളജിസ്റ്റ് അറിയാതെ ഒരു പേഷ്യൻസിൻ്റെ ഒരു പർട്ടിക്കുലർ ഇൻഫെക്ഷൻ അവിടെ നോക്കാതെ ഇരിക്കത്തില്ല. അപ്പോൾ അവരുടെ ടേബിളിൽ എല്ലാ പേഷ്യൻസിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആളായിരിക്കും മെയിൻ ആയിട്ടുള്ള ഒരാൾ. ആരാണത്? സീനിയർ മൈക്രോബയോളജിസ്റ്റ്. അപ്പോൾ മെമ്പർ സെക്രട്ടറി ആരാണ്? മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കണം. ഇനി അതുകൂടാതെ ആരൊക്കെ വേണം? മെമ്പേഴ്സ് റെപ്രസെൻറ്റേഷൻ ഫ്രം ദ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് കുറച്ച് ആൾക്കാർ വേണം ഈ ഒരു കമ്മിറ്റിയിലോട്ട്. ആരൊക്കെയാണ്? ഡയറക്ടർ ഓഫ് ദ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ആരെന്ന് വെച്ചാൽ ആൾ വേണം. നഴ്സിംഗ് സർവീസസ്, അതായത് നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റ്, അങ്ങനെ നഴ്സിംഗ് ഡയറക്ടർ, അവരൊക്കെ വേണം. മെഡിക്കൽ സർവീസസ്, അതായത് മെഡിക്കൽ സർവീസസ് എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിന്റെ ആരെങ്കിലുമൊക്കെ ഹെഡ് ഉണ്ടെങ്കിൽ അവർ വേണം. ഓപ്പറേഷൻ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരാണ് നമുക്ക് വേണ്ട ഐറ്റംസ്, ഇപ്പോൾ ഇൻഫെക്ഷൻ കൺട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് വേണമെങ്കിൽ അവരെയായിരിക്കണം നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും തന്നെ ഈ ഒരു കമ്മിറ്റിയിൽ വേണം. കാരണം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ അതുകൊണ്ട് ഡയറക്ടർ ഓഫ് ദ ഹോസ്പിറ്റൽ, നഴ്സിംഗ് സർവീസസ്, മെഡിക്കൽ സർവീസസ് ആൻഡ് ഓപ്പറേഷൻ ഹെഡ് ആയിരിക്കും മിക്കവാറും വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും പേരാണ് എവിടെ നിന്നുള്ളത്? ഫ്രം ദി മാനേജ്മെൻറ്റിൽ നിന്നുള്ള ആൾക്കാരാണ് ഇത്രയും പേര്. ഇനി റെലവൻറ്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്,
റെലവെന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് എന്ന് വെച്ചാൽ മിക്കവാറും നമ്മളുടെ എല്ലാ ഡോക്ടേഴ്സിൻ്റെ, അതായത് ഇപ്പോൾ നമ്മൾ ഓർത്തോ, ന്യൂറോ അല്ലെങ്കിൽ മെഡിസിൻ, അതിൻ്റെ എല്ലാം എന്താണ് ഹെഡ് ഓഫ് ദി ഡോക്ടേഴ്സ് അല്ലെങ്കിൽ കൺസൾട്ടൻസ് എല്ലാവരും തന്നെ എന്താണ് ഈ ഒരു ഇതിൻ്റെ ഭാഗമായിരിക്കും, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഭാഗമായിരിക്കും. ഇനി സപ്പോർട്ടിങ് സർവീസസ്, ഇനി അതുകൂടാതെ തന്നെ നമുക്ക് കുറച്ച് ഇൻഫെക്ഷൻ കൺട്രോളുകാരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരായിരിക്കാന്ന് നോക്കിയേ, CSSD-യിലാണ് നമ്മുടെ ഐറ്റംസിൻ്റെ എല്ലാം സ്റ്റെറിലൈസേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് എന്താണ് അവരിലാണുള്ളത്. അപ്പോൾ CSSD എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആൾ വേണം. ഹൗസ് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ അവരായിരിക്കും നമ്മുടെ ക്ലീനിങ്, അതുപോലെ തന്നെ ലിനൻ മാനേജ്മെൻറ്റ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതൊക്കെ നോക്കുന്ന ആൾക്കാരാണ് ഹൗസ് കീപ്പിംഗ്. അപ്പോൾ ഹൗസ് കീപ്പിങ്ങിൻ്റെ ഹെഡ് നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വേണം. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരായിരിക്കും ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ടോയ്ലറ്റ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ടോയ്ലറ്റ്, അപ്പോൾ ആ ടോയ്ലറ്റ് ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന രീതി ശരിയല്ലായിരിക്കും, അതിൻ്റെ ഡോർ കറക്റ്റുള്ള സ്പേസിലല്ലായിരിക്കും. അപ്പോൾ നമുക്ക് വാർഡിൽ അല്ലെങ്കിൽ അഡീഷണൽ ഒരു ടോയ്ലറ്റ് വേണം, അല്ലെങ്കിൽ അവിടെ ഒരു വാഷ് ബേസും വേണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കൊരു വാഷ് ബേസിൻ, അഡീഷണൽ വാഷ് ബേസും വേണം. നമുക്കൊക്കെ എന്താണ് അവരാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരാളെ നമ്മൾ വെക്കുന്നത്. ഇനി ഫാർമക്കോളജിസ്റ്റ് നമുക്കറിയാം, ആൻറ്റിബയോട്ടിക് റിലേറ്റഡ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ഏതൊക്കെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളാണ് ഫാർമക്കോളജിസ്റ്റ്. സ്റ്റോർ ഓഫീസർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പറേഷൻ ഹെഡിനെയൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റം നമുക്കില്ല, അല്ലെങ്കിൽ പുതുതായിട്ടൊരു ഐറ്റം ലോഞ്ച് ചെയ്യണം, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആരെ വെക്കും, സ്റ്റോർ ഓഫീസറെ വെക്കും. ഇനി അതുകൂടാതെ എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസ്, ഇതിനെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇരുന്ന് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് സ്ട്രക്ചറിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് ഓർത്ത് വെക്കുക ആരൊക്കെയാണ് വരുന്നത്. ആദ്യമേ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മുടെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയ ഹെഡ് ഉണ്ടായിരിക്കണം. കാരണം ഇൻഫെക്ഷൻ കൺട്രോളിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവരും അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ എന്താണ്, സെക്രട്ടറിയാണ്. സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും കേട്ടോ. സീനിയർ മൈക്രോബയോളജിസ്റ്റ്, അതായത് മൈക്രോബയോളജിസ്റ്റ് ആണ് എല്ലാ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കൾച്ചറൽ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം അറിയാവുന്നത്. ഹി ഈസ് ട്രെയിൻഡ് ഫോർ ദാറ്റ്. അതുകൊണ്ട് മൈക്രോബയോളജിസ്റ്റ് ആണ് മെമ്പർ ഓഫ് ദി സെക്രട്ടറി വരുന്നത്. ഇനി പിന്നെ നമ്മുടെ മാനേജ്മെന്റിൽ നിന്ന് ഇത്രയും ആൾക്കാർ, ഡയറക്ടർ ഓഫ് ഹോസ്പിറ്റൽ, നഴ്സിംഗ് സർവീസസ്, മെഡിക്കൽ സർവീസസ് ആൻഡ് ഓപ്പറേഷൻ, ദെൻ മെഡിക്കൽ ഫാക്കൽറ്റീസ്, നമ്മുടെ എല്ലാ ഡോക്ടേഴ്സും തന്നെ അതിനകത്ത് വരും. പിന്നെ എന്താണ് സപ്പോർട്ടിംഗ് സർവീസസിനകത്ത് വരുന്നതാണ് CSSD, ഹൗസ് കീപ്പിംഗ്, എഞ്ചിനീയറിംഗ്, ഫാർമക്കോളജിസ്റ്റ് ആൻഡ് സ്റ്റോർ ഓഫീസർ, പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് ആൻസർ, വെരി ഷോർട്ട് ആൻസർ ടൈപ്പിൽ വരുന്നൊരു ക്വസ്റ്റൻ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു ക്ലാസ് കേട്ട് കഴിയുമ്പോൾ ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് എല്ലാം എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് ആ ഒരു ചോദ്യത്തെ ക്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമ്മൾ BSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ഇതുപോലെ ഡിസ്കസ് ചെയ്ത് കിട്ടണമെങ്കിൽ ആ ടോപ്പിക്സ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.